ശ്രീ എസ് സജീവൻ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്നും ഒരുപാട് മാറ്റം, ആളുകളുടെ എണ്ണം കൂട്ടി എന്നുള്ളതാണല്ലോ. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 5-ൽ നിന്ന് 13 ഉയർത്തുന്നു. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 28-ൽ നിന്നും 58 ആക്കുന്നു. വനിതകളുടെ പ്രാതിനിധ്യം 8 ആകുന്നു. ഈ രൂപത്തിൽ അത് വിപുലപ്പെടുത്താനാണ് ശ്രമിച്ചത്, എല്ലാവരും ഉൾക്കൊള്ളാനാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു വാദം മറുവശത്ത് വരുന്നുണ്ട്. അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഇപ്പോഴും അപസ്വരങ്ങൾ ഉയരുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു രീതിയിലുള്ളതല്ലേ? എല്ലാ കാലത്തുമുണ്ട്, ഈ അവസരങ്ങൾ വന്നങ്ങ് പോകും എന്നതാണോ? ഇത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ വലുതാകുമെന്നുള്ളതാണോ അങ്ങയുടെ ഒരു തോന്നൽ? VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്, അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് ജംബോ കമ്മിറ്റി വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ തർക്കങ്ങൾ, രണ്ട് ഗ്രൂപ്പുകളുടെയും തർക്കങ്ങളൊക്കെ കൂടി വന്നിട്ട് അവസാനം കുറേ അത് ഏതാണ്ട് ഒരു ജംബോയിലേക്ക് എത്തി. പക്ഷേ അതിനൊരു കണക്കുണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ കർക്കശമായി പറഞ്ഞു, എനിക്ക് വളരെ കുറഞ്ഞ ഭാരവാഹികളുള്ള കമ്മിറ്റി മതി, ജംബോ കമ്മിറ്റികൾ വേണ്ട, അതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും കുറേ പേരുടെ എണ്ണം കൂടി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എണ്ണം അതിഭീകരമായിട്ട് കൂടുകയാണ്. ഇത്രയും ജനറൽ സെക്രട്ടറിമാർ, 58 ജനറൽ സെക്രട്ടറിമാർക്ക് എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്യാൻ പറ്റുക? പ്രസിഡന്റിന് ഒരു ചുമതല ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കണമെങ്കിൽ അത് ഏത് ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കും? ഒരു ജില്ലയ്ക്കൊരു ജനറൽ സെക്രട്ടറി എന്നുള്ള എനിക്ക് നോക്കിയാൽ പോലും 14 പേര് മതി. ഒരു ജില്ലയ്ക്ക് 2 ആണെങ്കിൽ പോലും 28 പേരായിരിക്കും. ഇതിൻ്റെ എണ്ണം, ഇപ്പോഴത്തെ എണ്ണം എത്രയാണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരവാഹികളുടെ എണ്ണം കൂട്ടുക എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പണ്ടേ പറഞ്ഞ കാര്യമാണ്. ധാരാളം ഭാരവാഹികൾ ഉണ്ടായിട്ട് കാര്യമില്ല, പ്രവർത്തിക്കുന്ന ആളുകളാണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് സംഭവിച്ചതോ? ഇപ്പോഴത്തെ ഇതിൻ്റെ കാര്യം അത്ഭുതമാണ്. എന്നിട്ടും തികയുന്നില്ല, ഇനിയും കുറേ പേര് വേണം. ഈ രണ്ട് സെക്രട്ടറിമാർ എന്ന നിലയിലേക്ക് വരും. അതെ, അല്ല, അതുകൂടി വരുമ്പോൾ എനിക്ക് കോൺഗ്രസിന്റെ കൂടെ എന്ന് വെച്ചാൽ 100 ചില്ലാനം സെക്രട്ടറിമാർ, അതായത് KPCC അംഗങ്ങളുടെ എണ്ണം പോലും ഇത്രയില്ലാത്തൊരു ഘട്ടത്തിൽ ഇത്രയും ഭാരവാഹികൾ, അത് അത്ഭുതമല്ലേ? അതൊക്കെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി, ഓരോരുത്തരും കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോഴും ഇപ്പം ഈ അവസരം കിട്ടാത്ത ആളുകളെ സെക്രട്ടറിമാരാക്കുമ്പോഴും പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളാണ് ഇതിൽ വരുന്ന കാര്യം. ഇത് ഓരോന്നും അംഗീകരിക്കുമ്പോൾ ഓരോന്നിനും വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർക്ക് പാർട്ടിയിൽ ഇപ്പോൾ അബിൻ വർക്കി ഇന്ന് പറഞ്ഞ കാര്യം, അബിൻ വർക്കി പറഞ്ഞു, എനിക്കൊരു സ്ഥാനവും വേണ്ട, ഞാൻ സമരം ചെയ്യാനും കേസിൽ കുടുങ്ങാനും പ്രതിയാവാനും ഒക്കെ തയ്യാറാണ്, ഞാൻ സമരരംഗത്തേക്കുണ്ട്. അങ്ങനെ പറയാൻ ഇപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ പോരെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്? ഇവിടെ MLA-മാർ പാർട്ടി ഭാരവാഹികളാകുന്നു, MP-മാർ പാർട്ടി ഭാരവാഹികളാകുന്നു, എല്ലാ തരത്തിലുള്ള ആളുകളും, ഈ മുൻ DCC പ്രസിഡന്റുമാർ, മുൻ ജനറൽ സെക്രട്ടറിമാർ, എല്ലാ ആളുകൾക്കും വീതം വെച്ച് കൊടുക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തനം അടിത്തട്ടിലേക്ക് പോകുന്നതിന് പകരം ഈ രീതിയിൽ പോകുന്നത് നമ്മൾ. എന്നിട്ടും ഈ പ്രശ്നങ്ങളിൽ നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഈ പറയുന്ന 58 പേരെയും ഇത്രയും വൈസ് പ്രസിഡന്റുമാരെയൊക്കെ വെച്ചിട്ടും ആരും, സ്മൃതിയല്ലല്ലോ ഇത് തുടക്കട്ട്, ഞാനല്ലല്ലോ, പുറമേയുള്ള മാധ്യമപ്രവർത്തകർ ആരുമല്ല, നിസാം സെയ്ദ് പറയുന്നതൊക്കെ കേട്ടാൽ നമ്മളൊക്കെ കൂടി ഇത് പ്രശ്നമാക്കി എന്നുള്ളതാണ്. ശ്രീകുമാർ പറയുന്നു അങ്ങനെയാണ്. ഈ തുടക്കട്ട് അബിൻ വർക്കിയല്ലേ തുടക്കത്തിൽ? ഞാൻ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം? എന്ത് ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും അത് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കേണ്ട, എനിക്കിവിടെ പ്രവർത്തിച്ചാൽ മതി, ഞാൻ അവിടെ പോകുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞ മാധ്യമപ്രവർത്തകരല്ലല്ലോ. അതേപോലെ ഈ ചാണ്ടി ഉമ്മൻ്റെ കാര്യം, ചാണ്ടി ഉമ്മൻ 1 വർഷം മുമ്പത്തെ ഔട്ട്റീച്ചിൻ്റെ കാര്യം ഇപ്പോഴെന്തിനാണ് എടുത്തിട്ടത്? ആരെങ്കിലും ഔട്ട്റീച്ച് എന്നുള്ള പദം ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചാണ്ടി ഉമ്മനോട് ചോദിച്ചോ? അബിൻ വർക്കിയുടെ കാര്യം ചോദിച്ച സമയത്ത് അബിൻ വർക്കിക്ക് അവകാശപ്പെട്ടതായിരുന്നു, അബിൻ വർക്കി അർഹനായിരുന്നു എന്ന് പറയും. എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നമെന്ന് പറഞ്ഞു വന്നത് ഈ ചാണ്ടി ഉമ്മനല്ലേ? അപ്പോൾ ഇത്തരത്തിലെ കാര്യങ്ങൾ പുറത്തേക്ക് ഇട്ടിട്ട് നിങ്ങളാരും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. മുരളീധരൻ്റെ കാര്യം എനിക്ക് ശ്രീകുമാർ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. മുരളീധരനെ അനുനയിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. അനുനയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മോശം വാക്കാണോ? അനുനയിപ്പിച്ചു എന്ന് പറയുന്നത് വൃത്തികെട്ട വാക്കാണോ? അദ്ദേഹത്തിനുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം കോൺഗ്രസ്സിലല്ലെങ്കിൽ പോലും നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടായിട്ട്
അദ്ദേഹത്തെ എന്താണ് ശാന്തനാക്കിയിട്ട് അദ്ദേഹത്തെ പാർട്ടിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല വാക്കാണ്, നല്ല കാര്യമാണ്. പറയാൻ പാടില്ലായിരുന്നു. കെ സി പാർട്ടി പിടിക്കുന്നു എന്നുള്ള ആശങ്കയിൽ കെ സിക്കെതിരെ ഇവിടെ വിവിധ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമവാക്യങ്ങൾ എങ്ങനെയാണ്? അതിലിപ്പോൾ ഇപ്പോൾ എം കെ രാഘവൻ MP ശശി തരൂരുമായി ചേർന്ന് വീണ്ടും അടുത്ത ഒരു പരിപാടിക്ക് പോകുന്നു എന്ന് കേൾക്കുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? കാരണം ഒരു തവണ നടപ്പാക്കാൻ നോക്കി പൊളിഞ്ഞ ഒരു പദ്ധതിയാണല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര, സാമുദായിക നേതാക്കളെ കാണൽ. അപ്പോഴൊക്കെ ഒരു സ്വീകാര്യതയും ഉണ്ടായിരുന്നു. ലീഗിന്റെ അടക്കം ഒരു പിന്തുണ ഒരു ഘട്ടം വരെ തരൂരിനുണ്ടായിരുന്നു. പിന്നീട് അത് ഹമാസ് വിഷയത്തിൽ പൊളിയുകയാണ് ഉണ്ടായത്. അങ്ങനെ പല രൂപത്തിലുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം അത് എങ്ങനെയായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ മോദിക്കെതിരെ നിൽക്കാൻ കഴിവുള്ള നേതാവ് എന്ന നിലയ്ക്കായിരുന്നു. ഇപ്പോൾ എന്താണ്? അദ്ദേഹം ഒരു മോദി ഭക്തനാണെന്ന് പലതവണയായി തെളിയിച്ചു കഴിഞ്ഞാണ്. ഇനിയും എം കെ രാഘവൻ തരൂരുമായി ചേർന്നൊരു ആലോചന നടത്തുകയാണെന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായിരിക്കില്ലേ അത്? അല്ല, ഈ എതിർ നീക്കങ്ങളൊക്കെ വിജയിക്കണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ കീഴിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതിനെതിരായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും. ഇപ്പം കെ മുരളീധരൻ്റെ നിലപാട് നമുക്കറിയാം, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഈ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിനെതിരെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനെതിരെ, അദ്ദേഹം ഇവിടെ കേരളത്തിലേക്ക് കടന്നു വരുന്നതിനെതിരെയുള്ള ചില നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചല്ലോ. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ചേപ്പാട് പള്ളി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ പറയും, ഞാനത് മുഴുവൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുമെന്ന് പറയും. അതിനിടയിൽ അവസാനത്തെ ചോദ്യം ഈ അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട ചാണ്ടിയുമനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളതൊക്കെ ചാണ്ടി ഉമ്മനോട് ചോദിക്കൂ. അബിൻ വർക്കിയെക്കുറിച്ച് പ്രശ്നം ചോദിക്കുമ്പോൾ അതൊക്കെ ചാണ്ടി ഉമ്മനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു പോകാൻ ചാണ്ടി ഉമ്മനും രമേശ് ചെന്നിത്തല ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. നമുക്കറിയാം ആദ്യം ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണങ്ങൾ, അതിനോട് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം, ഇതൊക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നീക്കമുണ്ട്. അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന കാര്യം പലർക്കും താല്പര്യമുണ്ടാവില്ല. രമേശ് ചെന്നിത്തല നേരത്തെ, അതായത് ഏതാണ്ട് 4.5 വർഷം മുമ്പേ പുതിയ പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രധാന കസേരയിലേക്കുള്ള മത്സരത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞയാൾ. അദ്ദേഹത്തിന് താല്പര്യം അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അദ്ദേഹം വിട്ടുമാറില്ല. അവിടെ ഇതുവരെ പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന VD സതീശൻ തടസ്സമാവില്ല എന്ന രീതിയിൽ നിൽക്കുന്ന സതീശനെതിരെയുള്ള ചില പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദേഷ്യപ്പെട്ട പ്രതികരണങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ക്രൂരമായ രൂപത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ലീഗുകാർക്ക് പോലും താല്പര്യമില്ല എന്ന് വന്നപ്പോൾ പ്രതീക്ഷയിലായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോഴാണ് KC വേണുഗോപാൽ ഇവിടെ തന്നെ യൂത്ത് കോൺഗ്രസിനെ ആണെങ്കിലും KPCC ആണെങ്കിലൊക്കെ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് വരുന്നു എന്ന് വരുമ്പോൾ ഈ ആളുകൾക്കൊക്കെ പ്രശ്നമുണ്ടാകും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.